പല്ലുവേദന വരുമ്പോൾ ഡോക്ടർ റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില ആളുകളെങ്കിലും പിൻവലിയുന്ന കാണാറുണ്ട്. അയ്യോ, അത് വേദന എടുക്കില്ലേ, അതിന് കുറേ സിറ്റിംഗ് വേണ്ടി വരില്ലേ, കുറേ പൈസ ചിലവാവില്ലേ എന്നൊക്കെയാണ് പേടി. പക്ഷേ റൂട്ട് കനാൽ വൈകിപ്പിക്കുന്നത് നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് എത്രത്തോളം അപകടകരമാണെന്ന് അറിയാമോ? പല്ല് പറിച്ചു കളഞ്ഞ് നമ്മൾ കൃത്രിമ പല്ല് വയ്ക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് റൂട്ട് കനാലിലൂടെ നമ്മുടെ സ്വന്തം പല്ല് സംരക്ഷിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ പല്ലിൻ്റെ കടിക്കാനുള്ള ശേഷിയും ബലവും മറ്റൊരു കൃത്രിമ പല്ലിന് നൽകാൻ കഴിയും. പല്ല് വേദന വരുമ്പോൾ നമ്മൾ ചെറിയ ഗുളികയൊക്കെ കഴിച്ച് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പല്ലിനടിയിൽ പഴുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഇൻഫെക്ഷൻ പിന്നീട് താടിയലിലേക്കോ രക്തത്തിലേക്കോ പടരുകയും ചെയ്യും. അവസാനം പല്ല് പറിച്ച് കളയല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. പല്ലിനടിയിൽ ഉണ്ടാകുന്ന ഇതുപോലത്തെ ഇൻഫെക്ഷൻസ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വഴി മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് തൊട്ടടുത്തുള്ള പല്ലുകളിലേക്കും നമ്മുടെ സൈനസുകളിലേക്കൊക്കെ പടരാറുണ്ട്. ഇത് വിട്ടുമാറാത്ത തലവേദനയ്ക്കും സൈനസ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും. ഇന്നത്തെ കാലത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ നമുക്ക് റൂട്ട് കനാലുകൾ ചെയ്യാൻ സാധിക്കാറുണ്ട്. ഇൻഫെക്ഷൻ കൂടുതലാണെങ്കിൽ മാത്രം 2 അല്ലെങ്കിൽ 3 സിറ്റിങ്സ് വേണ്ടി വരാം. അതുകൊണ്ട് തന്നെ പല്ല് വേദന നിങ്ങൾ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ നാച്ചുറൽ പല്ല് പറിച്ചു കളയാതെ സൂക്ഷിക്കാനുള്ള അവസാനത്തെ വഴിയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻസിന് വേണ്ടി പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.